Good morning. ഇപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ സെഡും കോസ് സെഡും ഒക്കെ എങ്ങനെയാണ് എക്സ്പോണൻഷ്യലിന്റെ രീതിയിൽ എഴുതണേ എന്ന് പഠിച്ചു. പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കണ്ടു. ഇനി നമ്മൾ സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും ഒക്കെ എങ്ങനെയാണ് എഴുതണേ, പിന്നെ ഇ റേസ് ടു ഐ എക്സ്, ഇ റേസ് ടു ഐ വൈ, അതിൻ്റെയൊക്കെ ടേം അങ്ങനെയൊക്കെയാണ് നോക്കണത്. അപ്പൊ സൈൻ ഐ എക്സ്, കോസ് ഐ എക്സ് അതൊക്കെ നോക്കുകയാണ്. അപ്പൊ നമുക്ക് സൈൻ സെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2i. നമ്മൾ സെഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്തിട്ട് ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ 2i. ഇനി ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1/2i പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു ഐ എക്സ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൈ എന്നാണ് വരിക, കാരണം ഐ സ്ക്വയർ -1 ആണ്. അപ്പൊ ഇ റേസ് ടു ഐ എക്സ് മൈനസ് വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ്, ഇവിടെ മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് വരിക, പ്ലസ് വൈ. അപ്പൊ ഇതിന് രണ്ടാക്കി എഴുതി ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇനി നമ്മൾ ഇ റേസ് ടു ഐ എക്സിന് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്നും ഇ റേസ് ടു മൈനസ് ഐ എക്സിന് കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് എന്നും കൊടുക്കുകയാണ്. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് വൈ കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ മൈനസ് ഇ റേസ് ടു വൈ കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു വൈ സൈൻ എക്സ് എന്ന് കിട്ടും. അതിൽ നമ്മൾ സൈൻ എക്സിന്റെ ടേം ഒന്നിച്ചാക്കുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ഇവിടെ ഒരു ഐ ഉണ്ട്, ഐയും ഈ ഐയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ റേസ് ടു മൈനസ് വൈ എന്ന് മാത്രം വരും, പ്ലസ് ഇവിടെ സൈനിന്റെ ടേമിൽ ഐ ക്യാൻസൽ ചെയ്ത് പോയി, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി ഇ റേസ് ടു വൈ ഡിവൈഡഡ് ബൈ 2. അതായത് നമ്മൾ 2i ഉള്ളിലേക്ക് എടുക്കുകയാണ്. സൈനിന്റെ ടേം ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ 2i ഉണ്ടായിരുന്നു, ഇവിടെ ഐ ഉള്ള ടേംസ് ഐ ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് ഇവിടെ 2 എന്ന് വന്നത്. ഇവിടെ കോസിന്റെ ചെയ്യുമ്പോൾ കോസ് എക്സ് എടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് വൈ മൈനസ് ഇ റേസ് ടു വൈ ഡിവൈഡഡ് ബൈ 2i എന്നാണ്. അപ്പോ നമ്മള് ഐ വച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ 2i എന്നുള്ളതിന് അടിയില് ഐ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ഐ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർ ഐ വച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ താഴത്തെ ഐ പോയി. അപ്പോ എന്ത് കിട്ടും? സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഐ കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2. അല്ലാന്നുണ്ടെങ്കിൽ 1/i എന്നാണല്ലോ വരിക. 1/i മൈനസ് ഐ എന്ന് എഴുതാം. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് ഇവിടെ പ്ലസ് ഐ വന്നത്, അങ്ങനെ വിചാരിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി സൈൻ സെഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്നുണ്ട്. പിന്നെ സൈൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്നുണ്ട്. അപ്പോ സൈൻ എക്സ് കോസ് അങ്ങനെ ഒരു ഇക്വേഷനും നമുക്കുണ്ട്. സൈൻ സെഡ് എന്ന് പറയുന്നത് അത് ഇക്വേഷൻ അല്ല, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ സെഡ് എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി ആണ്. സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തിട്ട് സെയിം ഇക്വേഷൻ എഴുതി. അപ്പൊ ഇനി നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അത് നിങ്ങൾ +2 പഠിച്ച ഇൻഇക്വാലിറ്റി അല്ല ഇക്വാലിറ്റി ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ എഴുതുമ്പോൾ സൈൻ എക്സ് കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ. അപ്പൊ ഇവിടെ സൈൻ എക്സും കോസ് എക്സും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈയും സൈൻ ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണ് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ എന്നും സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ എന്നും നമുക്ക് കിട്ടി. നമ്മള് കോസ് ഐ വൈയുടെയും സൈൻ, അതായത് കോസ് ഐ എക്സും സൈൻ ഐ എക്സും
എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. അതിനായിട്ട് സൈൻ സെഡിന്റെ ഇക്വേഷൻ എഴുതി എക്സ്പാൻഡ് ചെയ്തു. അതായത് സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതെന്ന് പറയുന്നത് സൈൻ എച്ച്, ഇതെന്ന് പറയുന്നത് കോസ് എച്ച് വൈയും ഇതെന്ന് പറയുന്നത് സൈൻ എച്ച് വൈയുടെയും ഇക്വേഷൻ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എച്ച് വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2ഉം കോസ് എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2 ആണ്. പ്ലസ് 2 പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അത് എഴുതിയതാണ്. പിന്നെ സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തു. എന്നിട്ട് സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ആണ് LHS എഴുതിയത്. എന്നിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈയും സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണെന്ന് കിട്ടും. ഓക്കെ, റിമാർക്ക്. ഇനി എന്താണ് ഒരു സീറോ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A specific value of z not for which f of z not equal to 0 is called zero of a function. അതായത് ഒരു ഫംഗ്ഷന്റെ വാല്യൂ 0 കിട്ടണം. അപ്പൊ ആ ഒരു z നോട്ടിനെയാണ് നമ്മൾ സീറോ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സീറോസ് ഓഫ് സൈൻ ആൻഡ് കോസ് z, അതായത് സൈൻ z ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ സെഡിന് ഏതൊക്കെ വാല്യൂ വരും? n പൈ, അതായത് സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, എക്സെട്ര n പൈ ആണ് വരിക. കോസ് z 0 വരുന്നത് n പ്ലസ് 1 ബൈ 2 പൈ, അതായത് 2n പ്ലസ് 1 ബൈ, അതായത് പൈ ബൈ 2 ടേംസിലാണ് വരുന്നത്. സൈൻ പൈ ബൈ 2 0 ആണ്, അതുപോലെ 3 പൈ ബൈ 2 അതൊക്കെ 0 ആണ്, അങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ ഇനി കുറച്ച് ഐഡന്റിറ്റീസ് പ്രൂവ് ചെയ്യാണ്. മോഡ് സൈൻ എ സെഡ് ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എ വൈ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് സെഡിന് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ എ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ, അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എ വൈ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ആൻഡ് കോസ് എന്ന് പറയുന്നത് ഇതുവാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് സൈൻ സെഡ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ ആണെന്ന് നമുക്ക് അറിയാം. ഇനി മോഡ് സൈൻ സെഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് സെഡ് ബാർ, മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് സെഡ് ബാർ ആണ്. അത് വെച്ചിട്ട് സൈൻ സെഡ് മോഡ് സൈൻ സെഡിന്റെ ബാർന്ന് കിട്ടും. അപ്പൊ സൈൻ സെഡ് എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ, സൈൻ സെഡിന്റെ ബാർ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് മാറി മൈനസ് വന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് ഐ സൈൻ എക്സ് കോസ് എച്ച് വൈ സൈൻ എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ കോസ് എച്ച് വൈ മൈനസ് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്, പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് സൈൻ സ്ക്വയർ എക്സ് കോമൺ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് 1 പ്ലസ് കോസ് എച്ച് സ്ക്വയർ വൈന് നമുക്ക് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് എഴുതാം. കാരണം കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് കോസ് എച്ച് സ്ക്വയർ വൈ എന്ന് പറയുന്നത് സൈൻ ഇപ്പുറത്തേക്ക് എടുക്കും 1 പ്ലസ് എന്ന് എഴുതാം. പ്ലസ് ഇത് നമുക്ക് സൈനിന്റെ ടേമിലാണ് നമുക്ക് കിട്ടേണ്ടത്, അത് കാരണം കൊണ്ടാണ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. സൈൻ എച്ച് സ്ക്വയർ വൈ കോമൺ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും, അത് 1 ആണ്. അപ്പൊ പോയിട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്നാണ് കിട്ടുക. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്തില്ല. സൈൻ സെഡ് എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം, സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ. സൈൻ സെഡ് മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് സെഡ് ബാർ ആണ്, അത് വെച്ചിട്ട് എഴുതി ഉള്ളിലേക്ക് എടുത്തു ക്യാൻസൽ ചെയ്തു. ഇനി കോസ് എച്ച് സ്ക്വയർ വൈ നമുക്ക് കിട്ടേണ്ടത് സൈൻ എച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈ 1 ആണ്. അപ്പൊ കോസ് എച്ച് സ്ക്വയറിനെ നമുക്ക് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എന്ന് എഴുതാം. ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി സെഡിന് പകരം നമ്മൾ എ സെഡ് എന്ന് ഇടുകയാണെങ്കിൽ എ എക്സ് പ്ലസ് ഐ എ വൈ എന്ന് വരും. അപ്പൊ സൈൻ നമുക്ക് എ ആണ് കിട്ടേണ്ടത്. എ സൈൻ എ സെഡ് മോഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ എക്സ്, ഇവിടെ എ വരുന്നുള്ളൂ, പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എ വൈ എന്ന് വരും.
ഓക്കെ. സിമിലർലി ഇതേപോലെ തന്നെ കോസിനും ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ. അടുത്തത് സൈൻ സെഡ് പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ സെഡ് ആണ്. അതായത് സൈൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ്. അതിന്റെ പീരീഡ് 2π ആണെന്ന് കിട്ടണം. അപ്പൊ സൈൻ സെഡ് എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ ആണ്. അപ്പൊ സൈൻ സെഡ് പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ സെഡിന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 2π എന്ന് കൊടുക്കുകയാണ്. അപ്പോ റിയൽ പാർട്ടിനെ ഒന്നിച്ചാക്കി എക്സ് പ്ലസ് 2π പ്ലസ് ഐ ഇൻറ്റു വൈ. അപ്പോ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സൈൻ എക്സ് പ്ലസ് 2π ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് പ്ലസ് 2π ഇൻറ്റു സൈൻ എച്ച് വൈ. അപ്പോ സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ. കാരണം സൈനെ ഉള്ളിലേക്ക് എടുക്കാണ്. സൈൻ എക്സ് ഈ സൈൻ എക്സ് പ്ലസ് വൈ എന്ന ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അതില് സൈൻ 2π എന്ന വാല്യൂ വരും. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന വാല്യൂ കൊടുക്കുമ്പോൾ സൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ 2π 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്നാണ് കിട്ടുക. ഇതെന്ന് പറയുന്നത് സൈൻ സെഡ് തന്നെയാണ്. സൈൻ 2π 0 ആയതുകൊണ്ടാണ് സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ സൈൻ 2π 0 ആയതുകൊണ്ടാണ് ഇത് പോയത്. ഓക്കെ. ഒന്നുമില്ല, ഇക്വേഷനിൽ നമ്മള് സെഡിന് പകരം സെഡ് പ്ലസ് 2π എന്ന് കൊടുത്തേ ഉള്ളൂ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ സെഡ് കോസ് സെഡ് ആണ്. അത് നമ്മൾ ചെയ്തിരുന്നു. ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൈൻ സെഡിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് സൈൻ സെഡിനെ, അതായത് ഇ റേസ് ടുനെയും ഇ റേസ് ടു മൈനസ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് സെഡ് എന്ന് കിട്ടും. അത് ഞാൻ കാണിച്ചു തന്നിരുന്നു. സിമിലർലി കോസ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ സെഡ് എന്ന് കിട്ടും. അത് നമ്മൾ ചെയ്ത പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് ഇ റേസ് ടു ഐ സെഡ് ഈക്വൽ ടു കോസ് സെഡ് പ്ലസ് ഐ സൈൻ സെഡ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ സെഡ്. അതായത് ഇ റേസ് ടു ഐ സെഡ് എന്ന് പറയുന്നത് കോസ് സെഡ് പ്ലസ് ഐ സൈൻ സെഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം കോസ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ബൈ 2 ആണ്. സൈൻ സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സൈൻ സെഡ് ഡിവൈഡഡ് ബൈ 2i ആണ്. നമ്മളിനി കോസ് സെഡ് പ്ലസ് ഐ സൈൻ സെഡ് എന്താന്ന് നോക്കുകയാണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഐ ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ 2i. ഐ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു ഐ സെഡ് ഇ റേസ് ടു ഇവിടെ പ്ലസ് ഇ റേസ് ടു ഐ സെഡും മൈനസ് ഐ സെഡും മൈനസ് ഓഫ് ഇ റേസ് ടു ഐ സെഡും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 ടൈംസ് ഇ റേസ് ടു ഐ സെഡ് ബൈ 2 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് പോയി ഇ റേസ് ടു ഐ സെഡ് എന്ന് വരും. അതായത് കോസ് സെഡും സൈൻ സെഡും എഴുതി കോസ് സെഡ് പ്ലസ് ഐ സൈൻ സെഡ് എടുത്തു. RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി 2 ഇ റേസ് ടു ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ ഇ റേസ് ടു ഐ സെഡ് എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ അപ്പൊ നമ്മൾ പഠിച്ചത് സൈൻ സെഡ് എന്താണ്, കോസ് സെഡ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഡെറിവേറ്റീവ് പഠിച്ചു, കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഓക്കെ. അതൊക്കെ ചോദിക്കാം, പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുക ഇത് വെച്ചിട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ കണ്ടു, അതായത് മുമ്പത്തെ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. എപ്പോഴും ഈ ടേംസ് ഈയുടെ എഴുതി ചെയ്യണില്ല. ഒരെണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് അടുത്തത് എഴുതുക. അപ്പൊ ചിലപ്പോൾ ചോദിക്കുമ്പോൾ മുമ്പത്തെ പ്രൂഫും കൂടെ കൊടുക്കേണ്ടി വരും, മാർക്ക് അനുസരിച്ച് എഴുതുക. പിന്നെ ഇന്ന് നമ്മൾ കണ്ടത് സൈൻ ഐ എക്സും കോസ് ഐ എക്സും എന്താണെന്ന്. അപ്പൊ സൈൻ എച്ചിന്റെയും കോസ് എച്ചിന്റെയും ഒക്കെ ടേമിൽ കിട്ടി. പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കണ്ടത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പൊ ഇക്വേഷൻസ് സൈൻ എക്സ് എന്താണ്, കോസ് എക്സ് എന്താണ്, അതെ സൈൻ സെഡ് കോസ് സെഡ്, സൈൻ ഐ സെഡ് കോസ് ഐ സെഡ്, അതായത് സൈൻ ഐ എക്സ് കോസ് ഐ എക്സ് അതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ചെയ്യാൻ പറ്റും. കൂടുതൽ പ്രോപ്പർട്ടീസ് ആണ്, അതായത് ഇന്ന ഇക്വേഷൻ പ്രൂവ് ചെയ്യുക, പിന്നെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ എളുപ്പമാണ് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ. താങ്ക് യു.